നമുക്ക് ഫാമിലി ടൈമൊക്കെ ഒന്ന് സാർ അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ്. വൈഫ് അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യമൊക്കെ വൈഫാണ് നോക്കിയത്, പിന്നെ അച്ഛനമ്മ, അപ്പോൾ എല്ലാവരുടെയും ഒരു വിജയമാണ്. നമ്മളുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി നമ്മൾ സമയം പഠിത്തത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുക, ക്ലാസ്സുകൾ അന്ന് തന്നെ കണ്ടു തീർക്കുക, എക്സാമുകൾ അന്ന് തന്നെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ടൈമുണ്ട്, ഇപ്പോൾ 24 hours ആണ് എനിക്കും സാറിനും കമ്പനി വരെ 24 hours ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരേ സമയമാണ് കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമേ സാർ. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ 69ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള അനന്തകൃഷ്ണനാണ്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് എത്തിയില്ലെങ്കിൽ രണ്ടാമത്തെ അഡ്വൈസിൽ എത്തുമെന്ന് നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അനന്തകൃഷ്ണൻ്റെ സ്റ്റോറിയിൽ വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, 2-3 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ പലരും ജോലി ഒക്കെ കളഞ്ഞിട്ട് പഠിച്ച ആൾക്കാർ, പഠിച്ച് വിജയിച്ചു വന്ന ആൾക്കാരുണ്ട്. അതിനോടൊപ്പം ചിലർ ജോലിയില്ലാത്ത ആൾക്കാർ, ജോലിയൊന്നും ആയില്ല, അങ്ങനെ ഫ്രഷായിട്ട് പഠിച്ചു വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അനന്തകൃഷ്ണനെ സംബന്ധിച്ചോളം നമുക്കൊരു നിലവിലൊരു സർക്കാർ ജോലിയിൽ ഇരിക്കവേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഫുൾ ടൈമറായിട്ട് തന്നെ ജോലി ചെയ്തുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷെഡ്യൂളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അനന്തകൃഷ്ണൻ, ആദ്യമായിട്ട് നമ്മളിപ്പോൾ നിലവിലെവിടെ വർക്ക് ചെയ്യുന്നു? BRC ബ്ലോക്ക് റിസോഴ്സ് ഉണ്ടെന്ന് പറയും, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളൊരു സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാനിങ് എല്ലാം? സാറേ, ഞാൻ 2021 സഹായിൽ ജോയിൻ ചെയ്യുന്നത്, 21-22 എന്ന് വെച്ചാൽ കേരള ബാങ്കിന് വേണ്ടിയാണ് ജോയിൻ ചെയ്യുന്നത്. കേരള ബാങ്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ JC നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് JCയിലേക്ക് സ്വിച്ചഡായി. പിന്നെ അത് നേടിയെടുക്കുക എന്നുള്ളൊരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള മൈൻഡായി. പിന്നെ ജോലി ഒരു ഭാഗത്ത്, വർക്ക് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു കോംബോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കുന്നത് അനന്തകൃഷ്ണൻ്റെ ഒരു ഷെഡ്യൂളിനെ കുറിച്ചായിരിക്കും. ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം സമയം, എങ്ങനെയൊക്കെ? സമയം വെച്ചാൽ സാറ് നമുക്ക് ഓഫീസ് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ഓഫീസ് ലീവ് എടുക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ പിന്നെ ജോലി ഭാരം ഉള്ളതുകൊണ്ട് ലീവ് കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ 10 to 5 ഓഫീസ് ടൈമാണ്. 5 മണി കഴിഞ്ഞാൽ ഞാനൊരു 6 മണി 6 വീട്ടിലെത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെയാണ് സാർ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയം ഒഴികെ ബാക്കിയുള്ള സമയം പുലർച്ചെ ഒരു 2-3 മണി വരെ ഡെയിലി ഇരിക്കുമായിരുന്നു. അങ്ങനെ രാത്രി സമയം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ പകല് എനിക്ക് രാത്രി ഉള്ള പോലെ പകൽ എണീച്ച് പഠിക്കാനുള്ളൊരു മൈൻഡല്ല എനിക്ക്. രാത്രിയാണ് എനിക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഈവനിങ് 7 PM മുതൽ മോർണിംഗ് ഒരു 2:30-3 വരെ വെരി ഗുഡ്. അപ്പോൾ ഒരു നൈറ്റ് പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന്, പലപ്പോഴും നമ്മൾ പല മീറ്റിങ്ങിലും പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ രാത്രി ഇന്ന് പഠിച്ചാലും നമുക്കത് പെർഫെക്റ്റ് ആണ്, കൺവീനിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ടത്രയും ദൂരം നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിന് വളരെ വലിയൊരു എക്സാമ്പിളാണ് അനന്തകൃഷ്ണൻ. അപ്പോൾ ഈ നമ്മൾ ഫാമിലി ഉണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫാമിലി ടൈമൊക്കെ ഒന്ന് സാർ അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ്. വൈഫ് അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യമൊക്കെ വൈഫാണ് നോക്കിയത്, പിന്നെ അച്ഛനമ്മ, അപ്പോൾ എല്ലാവരുടെയും ഒരു വിജയമാണ്. എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സഹായിക്കാണ്. ഒന്നും അല്ലാതെ അടുത്ത് നമ്മൾ ഇത്രയൊക്കെ എത്തിച്ച സഹാരിയാണ്. സെക്കൻഡാണ് ഫാമിലിക്ക് ഞാൻ കൊടുക്കുന്നത്. അല്ല, അങ്ങനെയല്ല, നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിജയത്തിൻ്റെ പിന്നിൽ ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടൈം, അവരുടെ എഫേർട്ട് ഒക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വൈഫിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും പങ്ക് വലുതാണ്. അപ്പോൾ നമുക്ക് പരീക്ഷാ ഹാളിൽ വെച്ചുണ്ടായ അനുഭവങ്ങളാണ് ഇനി അടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇതിന് മുന്നേ, അതായത് നിങ്ങൾ പോണതിന് 2 ദിവസം മുന്നേ തന്നെ നമ്മൾ മീറ്റിംഗ് വെച്ചിട്ട് നിങ്ങൾ പറയാറുണ്ട് ഇന്ന പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ ആ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ പ്രശ്നം സംഭവിച്ച ആളാണ് അനന്തകൃഷ്ണൻ. അതൊന്ന് പറയാമോ? സാർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എങ്ങനെ ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് വായിക്കണം എല്ലാം നമുക്ക് അറിയാം. പക്ഷേ ഹാളിൽ വെച്ചിട്ട് പിന്നെ എൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 1 ആയിരുന്നു. അപ്പോൾ 1 ഉള്ളവർക്ക് അറിയാമായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്യാപിറ്റലിസമായിട്ട് ബന്ധപ്പെടാത്തതാണ് ചോദ്യം, നോട്ട് റിലേറ്റഡ്. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പം റിലേറ്റഡ് ആണ്, അത് പോസിറ്റീവായിട്ട് ഞാൻ വായിച്ചത്. അങ്ങനെ അത് മാർക്ക് ചെയ്തു, മിസ്റ്റേക്കായി. രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത് അതുപോലെ തന്നെ മിസ്റ്റേക്കായി. രണ്ടും ഞാൻ ക്വസ്റ്റ്യൻ ആ ഒരു വെപ്രാളത്തിൽ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തെറ്റിപ്പോയി. രണ്ടാമത്തെ മാർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് 1 തെറ്റി 2 തെറ്റി. ആ മൊമെന്റ് തന്നെ അറിയുകയും ചെയ്തു. പിന്നെ ഒരു സാർ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് സാറൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി എനർജൈസ് ചെയ്ത്
അത് വീണ്ടും ഇനിയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ കമ്പ്യൂട്ടർ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തു. സാറ് പറയുന്നത് എടാ റിസ്ക് എടുക്കണം സാർ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ കമ്പ്യൂട്ടർ ഞാനൊരു 6 ചോദ്യത്തോളം അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു ചോദ്യം മിസ്റ്റേക്ക് ആയുള്ളൂ, 5 എനിക്ക് കിട്ടി. അങ്ങനെയുള്ളതൊക്കെ കൊണ്ടാണ് മേക്കപ്പായി വന്നതാണ്. മത്സര പരീക്ഷയാണ്, അപ്പോൾ നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു തോട്ടിലായിരിക്കും നമ്മൾ പരീക്ഷ കളിയിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് അറിയുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ഡൗൺ ആവാനും അതേപോലെ പിന്നെ തെറ്റുകൾ ഇഷ്ടംമാതിരി വരുത്താനുള്ള സാധ്യതയും വർദ്ധിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം നിങ്ങൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്ക് ആ തിരിച്ചറിവാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സെറ്റ് ബാക്ക്. അത് തെറ്റിയതിനേക്കാൾ കൂടുതൽ അല്ലേ, ചിലപ്പോൾ പിന്നെ കൂടുതൽ തെറ്റിന് സാധ്യത. അപ്പോഴത്തേക്കും നമ്മളൊന്ന് കാമാക്കി ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തോട്ടിന് റിവേഴ്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ സംഭവം സെറ്റാവും. അപ്പോൾ നമ്മൾ ആ ഒരു സഹകാരിയുടെ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി ക്ലാസ്, ഡെയിലി എക്സാമിനേഷൻസ്, വീക്ക്ലി എക്സാമിനേഷൻസ്, അതിൽ ഏറ്റവും കൂടുതൽ അനന്തകൃഷ്ണന് ഒരു വെയിറ്റേജ് കിട്ടിയ സംഭവം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു മൈലേജ് തന്ന സാധനം സാർ എല്ലാം എക്സാമാണ് സാർ. ഏറ്റവും നമ്മളെല്ലാം ഇപ്പോൾ വീക്ക്ലി എക്സാം, പിന്നെ അവസാനം ഇപ്പോൾ ഡെയിലി എക്സാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാം ഞാൻ അന്ന് തന്നെ അറ്റൻഡ് ചെയ്യുമായിരുന്നു, പെൻഡിങ് വരുത്താതെ തന്നെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയങ്ങളിൽ ഞാൻ ഈ പലരും അവലംബിച്ച രീതി ആയിരിക്കാം, എന്നാലും പറയുകയാണ് ഞാൻ OMR ഷീറ്റ് വാങ്ങിച്ചിട്ട് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഞാൻ എക്സാം എഴുതാറ്. അപ്പോൾ നമ്മുടെ ആ ഒരു മൊബൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതല്ലല്ലോ, ആക്ച്വൽ എക്സാം മാർക്കിംഗ് ആണല്ലോ. ആ പ്രാക്ടീസ് നമുക്ക് വേണ്ടത്. അങ്ങനെ അത് ബബിൾ ചെയ്യുന്നത് സ്പീഡാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഒരു 6 to 8 സെക്കൻഡ്സ് കൊണ്ട് ബബിൾ ചെയ്യാന്നുള്ള ലെവലിൽ എത്തി അവസാനമായപ്പോഴേക്കും. ഫസ്റ്റ് ഒരു 10 to 12 സെക്കൻഡ്സ് എടുത്തായിരുന്നു, അവസാനമായപ്പോൾ 6 to 8 സെക്കൻഡ്സ് ലെവലിലേക്ക് എത്തി. അത് നല്ലപോലെ സഹായിച്ചു. ആക്ച്വലി എനിക്ക് എക്സാമിന് ഒരു 10 മിനിറ്റ്സ് ബാക്കി വന്നു. അതായത് ഒരു ബബിളിങ്ങിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ട് സാർ. അത് നമ്മളെ എക്സാം പെട്ടെന്ന് കാണുമ്പോൾ ഫസ്റ്റ് ടൈം ബബിൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒഴുക്കും അവരാ ഒരു ക്ലോക്ക് ബേസിൽ ബബിൾ ചെയ്യുക, അങ്ങനെ സ്പീഡായി. അതൊരു സ്ട്രാറ്റജിക്കലാണ് ചെയ്യുന്നത്. പലരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സാമിനേഷനാണ് സാർ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അത് എല്ലാവരും ഇത്ര കണ്ട് ചെയ്യണമെന്ന് എനിക്ക് കരുതുന്നില്ല. കാരണം എപ്പോഴും ഈ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 100 മിനിറ്റ് ഇല്ലല്ലോ. 100 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് വായിക്കാനും അതിൻ്റെ ആൻസറിലേക്ക് എത്താനും ബബിൾ ചെയ്യാനും കിട്ടുന്ന സമയം, ബബിൾ ചെയ്യാനുള്ള സമയത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ബബിൾ ചെയ്യുന്നതിൽ നമ്മൾ ഒരു 2 to 3 മിനിറ്റ് സേവ് ചെയ്താൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്രോച്ച് വളരെ വെൽ കാൽക്കുലേറ്റഡ് കേട്ടോ എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അതൊരു 6 സെക്കൻഡ് കൊണ്ട് ഒരു ബബിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അത് റേസാണ്, അത് ഓട്ടം തന്നെയാണ്. അത് എക്സലൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ്. പരീക്ഷയിൽ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അനന്തകൃഷ്ണൻ്റെ ഓരോരോ. പിന്നെ നമ്മുടെ ഓവറോൾ ഈ ജോലിയോടൊപ്പം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് എന്ത് പറയാനുള്ളത്? സാറേ ഒന്നുമില്ല, അത് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് സമയം നമ്മൾ തന്നെ കണ്ടെത്താം. നമ്മുടെ ആവശ്യമാണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തുന്നുള്ളതാണ്. നമുക്ക് ഈ ഫാമിലി ഉണ്ടാവും, എല്ലാവർക്കും ഒരുപാട് പേര് എനിക്കറിയാം, ഫാമിലി ഉള്ളവരെ എനിക്കറിയാം. എന്നാലും നമ്മളുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പരമാവധി നമ്മൾ സമയം പഠിത്തത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുക. ക്ലാസ്സുകൾ അന്ന് തന്നെ കണ്ടു തീർക്കുക. എക്സാമുകൾ അന്ന് തന്നെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ടൈമുണ്ട്. ഇപ്പോൾ 24 hours ആണ് എനിക്കും സാറിനും നമ്മളെ കമ്പനി വരെ 24 hours ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരേ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ സാർ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. അനന്തകൃഷ്ണനും ഫാമിലിയും ഉണ്ട് കൂടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.